നന്മകളുണ്ടാകാനായി വ്രതമെടുക്കുന്ന ഈ പുണ്യദിനങ്ങളിൽ എല്ലാവർക്കും ആശംസകൾ നേരുന്നു. ഞാൻ ഡോക്ടർ പ്രഭുദാസ്, തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലെ സൂപ്രണ്ടാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി നമ്മുടെ ആശുപത്രിയിലും പരിസരങ്ങളിലും സമീപ പഞ്ചായത്തുകളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചില ആരോഗ്യ പ്രശ്നങ്ങളെ നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരുന്നതിനാണ് ഈ വോയിസ് ഇടുന്നത്. മഞ്ഞപ്പിത്തം ചെറുപ്പക്കാരായ സുഹൃത്തുക്കൾക്ക് ഈയിടെയായിട്ട് വളരെ കൂടി വരുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിലും ഈ തിരൂരങ്ങാടി മുനിസിപ്പാലിറ്റിയിലും സമീപ പ്രദേശങ്ങളിലും ഒക്കെ മഞ്ഞപ്പിത്തം ബാധിച്ചവർ വന്നിരുന്നു. മഞ്ഞപ്പിത്തം വളരെ ഗുരുതരമായ രീതിയിൽ, അതും വെള്ളത്തിൽ കൂടി മാത്രം, ആഹാരത്തിൽ കൂടി മാത്രം പകർന്ന സീരിയസ് ആയിട്ടുള്ള മഞ്ഞപ്പിത്തം ബാധിച്ച ആൾക്കാർ ഇപ്പോഴും ഇന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഗുരുതരമായ ചികിത്സ ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. ഒരു ചെറിയ ചിന്ത മാത്രം മതി ഈ ദുരിതത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുന്നതിന്. പ്രത്യേകിച്ച് ഈ പുണ്യദിനങ്ങളിൽ നോമ്പ് തുറക്കുന്നതോടനുബന്ധിച്ച് കുടിക്കുന്ന വെള്ളം എപ്പോഴും നമ്മൾ വളരെ ശുദ്ധമായി തന്നെ എടുക്കണം. ശുദ്ധജലം എന്ന് പറഞ്ഞാൽ ഗ്ലാസ്സിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണുന്നതായിട്ടുള്ള ശുദ്ധജലമല്ല, അണുക്കളില്ലാത്ത വെള്ളമാണ് നമ്മൾ കുടിക്കേണ്ടത്. ഫിൽട്ടർ വെള്ളമോ അല്ലെങ്കിൽ തിളപ്പിച്ചാറ്റിയ വെള്ളമോ മാത്രമേ നമ്മൾക്കിപ്പോൾ ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. വെള്ളം തിളയ്ക്കുമ്പോൾ 100 ഡിഗ്രി വരെ ചൂട് വരും. 40 ഡിഗ്രിക്ക് മേലെ പോയാൽ തന്നെ മിക്കവാറും എല്ലാ അണുക്കളും ചത്തുപോകും. അപ്പോൾ